ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ്, അതായത് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് 28,000-ഓളം ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ലാതെ ലഭ്യമാകുന്ന ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം, അതിനുള്ള 10 കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓർക്കുക, ആദ്യത്തെ ഒരു കാരണം ഈസിയർ ജോബ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ അറിയുന്നത് പോലെ പോസ്റ്റ് ഓഫീസിലെ ജോലികൾ പൊതുവെ വലിയ ടെൻഷൻ ഇല്ലാത്ത, തലവേദന ഇല്ലാത്ത, വീടിനടുത്ത് ജോലി ചെയ്യാവുന്ന അവസരങ്ങളാണ്. ഏതാണ്ട് 65 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ കഴിയുകയും ചെയ്യും. മറ്റൊരു റീസൺ ഈസി എൻട്രി എന്നുള്ളതാണ്. അതായത് ഈ ജോലികൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് പരീക്ഷയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്നായിരിക്കും സെലക്ഷൻ നടക്കുകയും ചെയ്യുക. അപ്പൊ ഈസിയർ ടു ഗെറ്റ് ഇൻ എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ ഒരു റീസൺ ലാർജ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഓർക്കുക, 28,000-ലധികം ഒഴിവുകളിലേക്കാണ് ഇന്ത്യയിലാകമാനം ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 1,500-ഓളം ഒഴിവുകൾ ലഭ്യമാണ്. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യം ഈ റിക്രൂട്ട്മെന്റ് നടക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു ജോലികൾ ഈ ജോലിയോടൊപ്പം ചെയ്യാം എന്നുള്ളതാണ്. ഇവർ തന്നെ അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഏതാണ്ട് 4 to 5 hours ആയിരിക്കും പെർ ഡേ ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. ബാക്കി സമയത്ത് നമുക്ക് താല്പര്യമുള്ള ജോലികൾ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം അറിയുക. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിലാക്സ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളതാണ്. മിനിമം 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാം, കമ്പ്യൂട്ടർ അറിയണം, അതേപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് 10ൽ പഠിക്കണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല 40 years വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ, ഉദാഹരണത്തിന് SC ST അങ്ങനെയൊക്കെ ഉള്ളവരാണ്, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. വേറൊരു അഡ്വാൻറ്റേജ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യാം എന്നുള്ളതാണ്. ഓർക്കുക, ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു അവസരമാണെങ്കിലും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകത്തില്ല എന്ന് ഒരു പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കും. ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേ പാക്കേജ് ആണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് അല്ലെങ്കിൽ പേ സ്കെയിൽ 29,380 എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് ഇത്രയേ ഉള്ളൂ ശമ്പളം എന്ന് ചോദിക്കും. ഓർക്കുക, ഇവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ഇത് TRC ആണ്, അതായത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ്. 4-5 മണിക്കൂറത്തേനുള്ള പേ പാക്കേജ് ആണ് ഇത് എന്നോർക്കുക. അപ്പം ഒരു പകുതി ദിവസത്തേക്ക് ഈ ശമ്പളം അത്ര മോശമല്ല എന്നോർക്കുക. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം DA അതുപോലെ മറ്റ് അലവൻസുകളും ലഭ്യമാകും എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനെ അപ്ലൈ ചെയ്യേണ്ട ഫീസ് പൊതുവെ കുറവാണ്, 100 rupees. അതും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, അതായത് SC ST കാൻഡിഡേറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫീ വെയിവർ ഉണ്ട് എന്ന് അറിയുക. ആപ്ലിക്കേഷനും പൊതുവെ എളുപ്പമാണ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഡോക്യുമെന്റ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നാലെ നിങ്ങൾക്ക് സെലക്ഷൻ നേടിയാൽ മാത്രം. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്കുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരങ്ങളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. ഓർക്കുക, ഇവിടെ 3 പോസ്റ്റുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, മറ്റൊന്ന് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, മൂന്നാമത്തേത് ദക്സേവക്. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് February 16, 2026 ആണ് എന്നുള്ള കാര്യം. ഇതിനെ അപേക്ഷിക്കുവാനായിട്ട് ഒന്നുകിൽ ഇന്ത്യ പോസ്റ്റ് GDSന്റെ സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ jobswitch.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് GDS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.